വഹാബികൾ ഇവിടെ മുസ്ലിം സമുദായത്തെ മുശ്രിക്കാക്കുകയും അവരെ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്നൊക്കെ പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്തു. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഈ ആദർശ പ്രസ്ഥാനത്തെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അവരിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പുതിയ വഹാബി ആശയക്കാരൊക്കെ പഴയ മൗലവിമാരും അവരൊപ്പാപ്പന്മാരൊക്കെ കാഫിറാന്ന് പറയാണ്. എന്താ കാരണം? അവർ വന്നിട്ട് ഇമാമിയങ്ങളെയും മുൻഗാമികളെയും എല്ലാവരെയും കാഫിറാക്കി. അപ്പോൾ അവരെ കുട്ടികൾ വന്നിട്ട് ഒരു ആദരവും ഒരു ബഹുമാനവും കൽപ്പിക്കാതെ അവരെ മുശ്രിക്കായിക്കൊണ്ടിരിക്കുക. മുമ്പൊരു ഉപ്പാനെ മകൻ അടിച്ചു, ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വാക്കേറ്റായി അടിച്ച് ഇയാളെ തള്ളിയിട്ടെന്ന് മാത്രമല്ല, അയാളെ കാല് പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് വലിച്ചു. ആ മുറ്റവും കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സ്ഥലത്തേക്കും കൂടി വലിച്ചു. അപ്പോൾ ഈ പറമ്പിൻ്റെ കുള്ളിൻ്റെ അടുത്തെത്തിയപ്പോൾ, അതിൻ്റെ വരമ്പിലെത്തിയപ്പോൾ ഇപ്പോൾ പറഞ്ഞു, മോനെ ഇനി വലിക്കരുത്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിക്കരുത്. അപ്പോൾ അവനെ എന്താ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചാൽ? അപ്പോൾ പറഞ്ഞേ, ഞാൻ എൻ്റെ വാപ്പാനെ ഇവിടം വരെ വലിച്ചേയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ തറവാട്ടിൽ പുതിയൊരു പാരമ്പര്യം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതുപോലെ മുഴുവൻ മഹാന്മാരും ഔലിയാക്കളുമൊക്കെ ഇസ്ലാമെന്ന് പുറത്താണെന്നും മുശ്രിക്കുകളാണെന്നും പറഞ്ഞ് രംഗത്ത് വന്ന് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മഹാരഥന്മാരായ ഔലിയാക്കളോടും സഹായം ചോദിക്കുന്നു സുന്നികൾ, അതുകൊണ്ടവർ മുശ്രിക്കുകളാണ്.